നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മീനക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു മീനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ജന്മസ്ഥിതനായിട്ടുള്ള ശനിയും 4-ാം ഭാവത്തിലുള്ള വ്യാഴവും 12-ലെ രാഹുവും 6-ലെ കേതുവും അടക്കമുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. ചാരവശാലുള്ള ഗ്രഹസ്ഥിതി. ഇതോടൊപ്പം സൂര്യാന്തരാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദ നക്ഷത്ര ജാതർക്ക് 2026 മാർച്ച് മാസം എന്ന് പറയുന്നത് വിദേശത്ത് ജോലിക്കോ ഉപരിപഠനത്തിനോ പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ സാധ്യതയുണ്ട്. വിവാഹ വിഷയങ്ങളിൽ ചെറിയ തടസ്സങ്ങളോ യാത്രാ ദുരിതമോ ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ളൊരു പരിശ്രമ ശീലത്തോടുകൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ തേടുന്നവർക്ക് അരച്ചിൽ വർദ്ധിക്കുവാനും തൊഴിൽ സ്ഥാനം കണ്ടെത്തുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാനും ഇടയുണ്ട്. സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചും ചില അനിശ്ചിതത്വം ഈ കാലഘട്ടത്തിൽ വന്നേക്കാം. പ്രത്യേകിച്ച് അനിശ്ചിതത്വമായിരിക്കില്ല. ഈ വ്യക്തികളെ സംബന്ധിച്ച് ഇവർക്ക് കൃത്യമായൊരു തീരുമാനമെടുക്കുവാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ തോന്നുക. അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ അടുത്തിരുന്നവർ ശത്രുക്കളായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. യാത്രാ ദുരിതങ്ങളും വാഹന നഷ്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കുക. വാഹനത്തിന് അടിക്കടി അറ്റകുറ്റപ്പണികൾ വഴി തന്നെ കുറച്ച് കാശധികം ചിലവാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടക്കും. വിദ്യാഭ്യാസ വിഷയത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നവർക്കും അത്തരം കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട്. പുരോഗതിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ വിജയം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരഹവേദനയോ ഒരു രോഗദുരിതങ്ങളോ ഒക്കെ ഇതിൻ്റെ അകത്ത് വരാം. ആശുപത്രി സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനച്ചിലവുകളൊക്കെ പ്രതീക്ഷിക്കാം. ഏകദേശം കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തോന്നിയാൽ പോലും ആ അനുകൂലതയിലും കുറച്ച് അധിക ചെലവുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പൂരുരുട്ടാതി 4-ാം പാദ നക്ഷത്ര ജാതരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷഫല സാധ്യത ശ്രദ്ധിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഫലവത്താകും. സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ശത്രുത അത് കോടതി വ്യവഹാരമാണെങ്കിൽ പോലും അതിൽ നിന്നും മോചനം ലഭിക്കുവാനിടയുണ്ട്. അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള കോടതി വിധികൾ വരാനിടയുണ്ട്. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അതിൽ നിരാശപ്പെടേണ്ടി വരില്ല. ഒരു കാര്യഗുണം പ്രതീക്ഷിക്കാം. ശാരീരികമായിട്ട് ആരോഗ്യ പുഷ്ടി ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ആഗ്രഹിക്കുന്ന തരത്തിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിലുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ വിജയം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ അത് സാധിക്കുന്നതാണ്. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന ഏതെങ്കിലും വസ്തുവകകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ അനുരഞ്ജനത്തിലൂടെ കൈവശപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളുമൊക്കെ അപവാദത്തിന് ഇരയാവാതിരിക്കുവാൻ വേണ്ട ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം. എത്രയേറെ ധനം കൈവശം വന്നാലും വരുന്നതിൻ്റെ 3 ഇരട്ടി ചിലവാകുന്ന തരത്തിലേക്ക് ചിലവുകൾ വർദ്ധിക്കാനിടയുള്ളത് കൊണ്ട് തന്നെ ദുർവ്യയങ്ങൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. സ്ഥാനഭ്രംശം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. വാഹന സംബന്ധമായിട്ടുള്ള ദൗർഭാഗ്യങ്ങൾക്ക് ഇരയാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് പൂരുരുട്ടാതി 4-ാം പാദ നക്ഷത്രജാതരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷഫല സാധ്യതയായിട്ട് പറഞ്ഞാൽ ഋണമോചനം നടക്കാനിടയുണ്ട്. കടബാധ്യതകളിൽ നിന്നുമുള്ള മോചനം, ശത്രുക്കളെ വിജയിക്കാൻ സാധിക്കും. രോഗവിമുക്തിയും അധികാരപ്രാപ്തിയും ഉണ്ടാകും. അതുവഴി വിവിധ മേഖലകളിലുള്ള ആളുകളെ സ്വാധീനിക്കുവാനും കാര്യങ്ങൾ ഏകദേശം അനുകൂലമാക്കി കൊണ്ടുപോകാനും സാധിക്കും.
എന്നാൽ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അലോസരങ്ങൾ വരാതെ അഭിപ്രായ ഭിന്നതകൾ കലഹത്തിന് വഴിമാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന രീതിയിൽ പോവാതിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നല്ലത്. അവനവൻ്റെ വ്യക്തിത്വം പണയം വെക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും സ്വാധീനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ മുന്നോട്ട് പോയാൽ വലിയ വലിയ ആരോപണങ്ങൾ അകപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രയാതരുടെ 2026 മാർച്ച് മാസം ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഏത് കാര്യത്തെ ഇറക്കി തിരിച്ചാലും ഒരു തടസ്സം എന്ന് പറയുന്നത് പോലെ തോന്നാനിടയുണ്ട്. സത്യത്തിലെ തടസ്സമല്ല, അലച്ചിരി വർദ്ധിക്കുന്നത് കൊണ്ടും അലസതയ്ക്കൊപ്പം ക്ഷീണവും വർദ്ധിക്കുന്നത് കൊണ്ടുമാണ് ആ ഒരു തോന്നലെന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ ഒരു പരിധിവരെ അനുകൂലമാക്കി മാറ്റിയെടുക്കാം. തൊഴിൽ സംബന്ധമായിട്ട് നിലവിലുള്ള തൊഴിൽ മേഖല വിട്ട് വേറെ പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം കലശലാകും. എടുത്തിയാടി ഒന്നും ചെയ്യാതിരിക്കുകയാണ് ബുദ്ധി. തൊഴിൽ മേഖലയിൽ തന്നെ ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാനിടയുണ്ട്. അതുവഴി മനക്ലേശത്തിന് സാധ്യതയുണ്ട്. പ്രവാസ ജീവിതത്തിലേക്ക് പോയാലോ എന്ന് തോന്നും. അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും വളരെയേറെ ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും പ്രവാസ ജീവിതത്തിന് വേണ്ടി ശ്രമിച്ച് നടക്കുന്നൊരു കാലഘട്ടമാണ്. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ വളരെ സൂക്ഷിക്കണം. യാത്രാ ദുരിതം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭാഗ്യ കടാക്ഷമില്ലായ്മ കൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുവാൻ, അത് കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കുക. കടബാധ്യതകളൊക്കെ ഏകദേശം കൊടുത്തു തീർക്കുവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ പോലും ഒരു ജാഗ്രതയും ശ്രദ്ധയും കൊടുക്കുന്നത് നന്നായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രയാതിരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത ശ്രദ്ധിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യത തീർക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഒത്തുകിട്ടും. രോഗകാര്യങ്ങളിൽ ഒരു ശമനം ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ അധികാര സ്ഥാനം ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങളോ താമസിക്കുന്ന വീട് മാറി താമസിക്കേണ്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നടക്കുന്നതാണ്. രോഗദുരിതങ്ങൾ മൂലം കുറച്ച് സാമ്പത്തിക ചിലവുകൾ വന്നേക്കാം. യാത്രാ ദുരിതങ്ങളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. എടുത്തിയാട്ടം, മുൻകോപം, പിടിവാശി എന്നിവ നിയന്ത്രിച്ചുകൊണ്ട് സമചിത്തതയോടുകൂടെ ശാന്തതയോടുകൂടെ ഏതൊരു കാര്യത്തെയും നേരിടുകയും അതിൽ വ്യാപൃതരാകുകയും ചെയ്ത് വലിയ തിരിച്ചടികളൊന്നും ഉണ്ടാവാതെ മല പോലെ വരുന്ന കാര്യം പോലും എലി പോലെ പോകുന്ന അവസ്ഥ സംജാതമാക്കി എടുക്കുവാൻ സാധിക്കും. രേവതി നക്ഷത്രജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷഫല സാധ്യത ശ്രദ്ധിച്ചാൽ കുടുംബപരമായിട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം അബദ്ധങ്ങൾ പറയരുത്. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന മാർഗങ്ങൾ സുതാര്യമായിരിക്കണം എന്നൊരു നിർബന്ധം ഈ കാലത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്നതക്ക രീതിയിലുള്ള വരുമാനം അതിൽ നിന്നും കിട്ടണമെന്നില്ല. തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സ്ഥാനക്കയറ്റമടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കും ശുപാർശകളൊക്കെ ഫലവത്താകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. യാത്രാ ദുരിതം ഉണ്ടാവാതിരിക്കാനും വാഹനം മൂലം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഉള്ള ശ്രദ്ധയും ജാഗ്രതയും യാത്രാവേളകളിൽ പുലർത്തണം. അതുപോലെ തന്നെ ചിലവുകൾ എത്ര നിയന്ത്രിച്ചാലും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മാറണം, വീട് മാറി താമസിക്കണം എന്ന് പറയുന്ന പോലുള്ള ആഗ്രഹങ്ങളെ കുറച്ച് കലശലാകാം. വീട് മാറുന്നതിലൊന്നും തെറ്റില്ലെങ്കിലും തൊഴിൽ മാറുന്നതൊക്കെ വളരെ ആലോചിച്ചും കണ്ടും മാത്രം ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചുമതലകൾ പുതിയതായിട്ട് ഏറ്റെടുക്കേണ്ടി വരാനും ഇടയുണ്ട്. രേവതി നക്ഷത്രയാത്രയുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യതകൾ ശ്രദ്ധിച്ചാൽ പുതിയതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അധികാരപ്രാപ്തിയിലേക്ക് നയിക്കപ്പെട്ടേക്കാം. ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. കടബാധ്യതകളിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഫലവത്തായി തീരും. രോഗവിമുക്തി ഉണ്ടാകേണ്ടതാണ്. പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ശ്രമിക്കുന്നത് വൻ വിജയത്തിൽ കലാശിക്കും. ചിലവുകളെ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയെങ്കിലും മിച്ചം പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. പാപമംഗലമായിട്ടുള്ള ധനം കൈവശം എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വിരഹദുഃഖത്തിലൂടെ ആഴ്ന്നു പോകുന്ന തരത്തിലേക്ക് ദമ്പതികളെ സംബന്ധിച്ച് ചില അസ്വാരസ്യങ്ങൾ വരാനിടയുണ്ട്.
കുടുംബത്തിൽ നിന്നും മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കാര്യവിജയം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ യാത്രാവേളകൾ ദുരിതമയമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട്. ബന്ധുക്കളായിട്ടുള്ളവർ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ മെനഞ്ഞു കൊണ്ടുവരാനിടയുണ്ട്. അതല്ലെങ്കിൽ കൗശലക്കാരായിട്ടുള്ള ദുഷ്ടചിന്താഗതി ഉള്ളവർ ഈ നക്ഷത്ര ജാതരെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് വേണ്ടുന്ന രീതിയിൽ ദുരുപയോഗപ്പെടുത്താൻ, ചൂഷണം ചെയ്യാൻ, വിനിയോഗിക്കാനൊക്കെ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയേറെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും എത്രയേറെ അടുത്ത ബന്ധുക്കളാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നിയമപരമല്ല, അല്ലെങ്കിൽ നമുക്കത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇനി കനകം കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യാമെന്ന വാഗ്ദാനം ഉണ്ടെങ്കിൽ പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ തലവെച്ച് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പോയി ചേർന്ന് കഴിഞ്ഞാൽ അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നമായാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടാനിടയുള്ളത്, അല്ലെങ്കിൽ കുറ്റക്കാരായിട്ട് പൊതുസമക്ഷത്തിൽ സമർപ്പിക്കപ്പെടാനിടയുള്ള എന്നുള്ളൊരു ബോധം ഈ കാലഘട്ടത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. വാഹന ഉപയോഗത്തിലടക്കം വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിക്കൊണ്ട് പോവുക എന്ന് മാത്രമാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് എള്ളും ധൈര്യം കലർത്തി അന്നം ദാനം ചെയ്യുക. അസ്തമയ ശേഷം ശാസ്താവിന് നീരാജനവും മഹാദേവന് പിൻവിളക്കം സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. രാവിലെ സമയങ്ങളിൽ രാവിലെ 6 മുതൽ 9 വരെയുള്ള സമയത്തിനുള്ളിൽ മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിൻ്റെ 3 തവണ ഏറ്റവും കുറഞ്ഞത് പ്രദക്ഷിണം ചെയ്യുക. ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാഹുർ ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തുക. കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ഇതല്ലെങ്കിൽ കുലദേവത, കുടുംബദേവത, ഭരദേവത പോലുള്ള ദേവതകളെ അവരവരുടെ കഴിവിനനുസരിച്ച് പ്രീതിപ്പെടുത്തി പോകുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്കത് വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.